അപ്പോൾ ഗൈസ് ഇന്നൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഇന്നൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇത് കണ്ടോ, അതിന് പോകാനായിട്ട് ഒരാൾ എല്ലാ സാധനങ്ങളും എടുത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചാർജറൊക്കെ ഇനി ഇങ്ങോട്ട് വരുന്നില്ലേ? എവിടെയാ നമ്മൾ പോകുന്നേ? എന്റെ വീട്ടില്. എത്ര നാൾ കൂടിയിട്ടാ പോകുന്നേ? 8 മാസത്തിന് ശേഷം. 8 മാസത്തിന് ശേഷമാണ് പോകുന്നത്. അതിന്റെ സന്തോഷം കേട്ടോ. എന്തെല്ലാം സാധനം നോക്കിയ മേക്കപ്പിന്റെ ഐറ്റംസ് വരെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാ അവിടെ പോയിട്ട് ഞെട്ടിക്കാനാണ്. ഭയങ്കര സെറ്റപ്പിലാണ് പോകുന്നത്. ഒരു ബാഗ് നിറച്ച് കുത്തി നിറച്ചാ പോകുന്നത് കേട്ടോ. അപ്പം അവിടെ പോയിട്ട് ഞെട്ടിക്കും ഈ പുള്ളി. അതിനുള്ള പരിപാടിയാണ്. ഭയങ്കര സന്തോഷത്തിലുള്ള. ഓക്കെ, എല്ലാം എടുത്തിരിക്കുക കേട്ടോ. ഇനി സാധാരണ ഗൈസ് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാനാ കേട്ടോ ഡോറൊക്കെ അടയ്ക്കുന്നത്. ഇപ്പോൾ ഒരാൾ തന്നെ ഡോറൊക്കെ അടച്ച് പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. ഭയങ്കര സന്തോഷം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടേ ഇല്ല, അതുകൊണ്ട് അതിൻ്റെ സന്തോഷം കേട്ടോ. ഇത് കണ്ടോ, ഡോറൊക്കെ അടച്ച് ഭയങ്കര സന്തോഷത്തിലാണ് ഉള്ളത്. അപ്പം ശരി, പോയാലോ എന്നാല്? പോവാ. അപ്പം ഇറങ്ങുമല്ലേ? ഇറങ്ങുവാണ്. എല്ലാം എടുത്തില്ലേ? ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ വരാനാണ് പ്ലാൻ. പക്ഷേ എങ്കിൽ പോക്കൊക്കെ ഉണ്ടായിരിക്കും 1 വർഷം കഴിഞ്ഞ് വരാനോ. അമ്മാതിരി സെറ്റപ്പിലാ കേട്ടോ. ഇന്ന് വരുന്നില്ല? ഇന്ന് വരാതിരിക്കുവോ? നോക്കാം. ഇന്ന് വരാതിരിക്കാൻ സാധ്യത കുറവാണ്. ഇല്ലേ ഞാൻ തല്ലി ഓടിച്ചോണ്ട് അതല്ല പതിവേ. ഓക്കെ, അപ്പം നമുക്ക് പോകുന്ന കാണാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത് തന്നെ. ഓക്കെ, വണ്ടിയുടെ താക്കോലെടുക്കാൻ വിട്ടുപോയി. അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് താക്കോലെടുത്തില്ലെന്ന്. എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടിപ്പോയെ. താക്കോൽ എന്തേ കിട്ടിയോ? താക്കോലെല്ലായിടത്ത് ഉള്ളിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. താക്കോൽ കിട്ടിയില്ല ഗൈസ്. എക്സൈറ്റ്മെന്റ് കൂടുതലാ, അതുകൊണ്ട് കിട്ടിയാ. ഓക്കെ, നമുക്ക് താക്കോൽ കിട്ടി. നമ്മൾ ബൈക്കിനാണ് കേട്ടോ പോന്നെ. നമ്മൾ ബൈക്കിന് പോകും. ബൈക്കിന് പോയപ്പോ റെഡി ഇല്ലേ? ഫ്ലൈറ്റിന് പോണോ? അങ്ങനെയാണ് അത്തന്നെ ഉന്തിയിടാനാ. ഭയങ്കര തമാശയാണ്. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? എന്താ ആ വാതിൽ ക്ലോസ് ചെയ്യൂ. രണ്ടാമത്തെ ക്ലോസ് ചെയ്യല. എന്നിട്ട് താക്കോൽ എവിടെ വെക്കുന്നത്? താക്കോൽ വെക്കുന്നത് കാണിക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ ഗൈസ് നമ്മൾ ഹെൽമെറ്റ് ഒക്കെ എടുക്കുകയാണ്. ഹെൽമെറ്റ് എടുത്തോ നിൻ്റെ? അങ്ങനെ ഞാൻ ഹെൽമെറ്റ് ഇട്ടു. നീ ഹെൽമെറ്റ് ഇടൂ. ഹെൽമെറ്റ് എടുത്താൽ മതി. ബൈക്കിൻ്റെ അടുത്ത് നമുക്ക് ഇടാം. നമുക്ക് വണ്ടി വെച്ചേക്കുന്ന റോഡ് സൈഡിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ചിരി കാണട്ടെ. ഇതാ ചിരി. ചെറിച്ച്. അപ്പം നമുക്ക് എന്നാൽ പിന്നെ പോവാം അല്ലേ? ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. ഒരാളെ ചിരി കണ്ടില്ലേ? ചിരിയാണോ അട്ടഹാസമാണോ? സന്തോഷത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറമാണ് ഈ ചിരിയുടെ മായകൾ. കവിയുടെ ചെറുതായിട്ടൊക്കെ കവിയൊക്കെ ഉണരണ്ടേ? അതല്ലേ ഒരു രസമുള്ളൂ അല്ലേ? അപ്പം ഗൈസ്, അപ്പം വൈഫ് സ്പെഷ്യൽ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് സർപ്രൈസ് തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നു. അപ്പം എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇതാ നല്ല കപ്പയും പിന്നെ അതിനടി ഇത് പോർക്കാ. നല്ല പോർക്ക് ഫ്രൈയും പൊടിയാ കേട്ടോ. സൂപ്പർ സാധനം. അപ്പോൾ ഇത് കഴിക്കട്ടെ. വഴുതനങ്ങ ഒരു വെറൈറ്റി കേട്ടോ. കിടിലം കറിയും കിടിലം കപ്പയും. ഇതുണ്ട് വഴുതനങ്ങ ഫ്രൈ, അച്ചാറ്, സോള, പോർക്ക്, കപ്പ. ഇങ്ങനെ കപ്പ ഇങ്ങനെ എടുക്കാം. പോർക്ക് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് വേണ്ട ഉപ്പുള്ള സാധനം. അപ്പൊ കഴിച്ചിട്ട് വരാം അല്ലേ? കിട്ടുന്ന
ഒന്നുകൂടി കഴിക്കുന്നോ? ഉം. ഇതപ്പം എടുക്കുക, പീസ് എടുക്കുക, കുറച്ച് ഉള്ളി എടുത്തോ. കുറച്ച് ഉള്ളിയും കൂടി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് മടുക്കാതിരിക്കാൻ നാരങ്ങ അച്ചാറ്. എടുക്കുക. ഓക്കെ, അപ്പം ഞാൻ കഴിച്ചു തരട്ടെ. കഴിച്ചിട്ട് തരാം. ഓക്കെ.